ഉണ്ടാക്കാൻ പോണ ഈ ചമ്മന്തിക്ക് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓറഞ്ചിന്റെ തൊലി വെച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഓറഞ്ചിന്റെ സീസണും കൂടിയ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓറഞ്ചിന്റെ തൊലി വേണം. ഒരു ഓറഞ്ചിന്റെ തൊലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. സാധാരണ മുളക് പൊടി തന്നെയാണ് കേട്ടോ, കാശ്മീരി ഒന്നല്ല. 2 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചെറിയ ഒരു കഷ്ണം പുളി. ഇത്ര എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. പണ്ട് കാലത്ത് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഈ പൊട്ടുകടല ചേർക്കാറില്ല, പക്ഷെ ഞാൻ അരയ്ക്കുമ്പോൾ പൊട്ടുകടല ചേർക്കാറുണ്ട്. അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് വേണ്ടാത്തവർ ഒഴിവാക്കിക്കോളൂ. 6-7 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും കൂടാൻ പാടില്ല കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില, 4 ചുവന്ന മുളക്. അത് കാരണം ഞാൻ ചുവന്ന മുളക് നമ്മൾ ഇടുന്നുണ്ട്, കളറിന് വേണ്ടിയാണ് മുളക് പൊടി ചേർക്കണേന്ന്. മുളക് പൊടി വേണ്ടാന്നുള്ളവർ ഒഴിവാക്കിക്കോളൂ എന്നുള്ളത്. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് വേപ്പില, ചുവന്ന മുളകൊക്കെ എടുത്ത് വെച്ചേക്കണതാണ്. അരയ്ക്കാൻ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മതി. ഫസ്റ്റ് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വേവിച്ചെടുക്കാം. ഗ്യാസിൽ വെള്ളം വെച്ച് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് വെള്ളത്തിന് അളവൊന്നുമില്ല. നമ്മളിടുന്ന ഓറഞ്ചിൻ്റെ തൊലി മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ. ഇതൊരു 2 മിനിറ്റ് നല്ലോണം തിളയ്ക്കണം. 2 മിനിറ്റ് എന്ന് പറയാൻ കാരണം ഈ ഓറഞ്ചിൻ്റെ തൊലി വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഓറഞ്ചിൻ്റെ തൊലി വെച്ച് അരയ്ക്കുമ്പോൾ കയ്ക്കില്ലേന്ന്. അത് കാരണമാണ് നമ്മളിങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോൾ ആ കയ്പ്പ് അങ്ങനെ പോകൂട്ടാ. ഓറഞ്ചിൻ്റെ തൊലി നല്ലോണം വെന്ത് കിട്ടാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് വെള്ളത്തിൽ നിന്ന് ഓറഞ്ചിൻ്റെ തൊലി ഊറ്റി വയ്ക്കാം. നല്ലോണം ഒന്ന് തണുക്കട്ടെ. ഓറഞ്ചിൻ്റെ തൊലി തണുത്തു. ഇത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് ഞരണ്ടി ഇടണം കേട്ടോ. ഇത് നല്ലോണം വെന്തുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് വന്നോളൂ. ഓറഞ്ചിൻ്റെ തൊലി നല്ലോണം പൊടിച്ചാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നാളികേരം ഇട്ട് കൊടുക്കാം, മുളക് പൊടി, ചെറിയ ഉള്ളി, ഇഞ്ചി, വേപ്പില, പുളി, പൊട്ടുകടല, മുളക്, ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ കുറേശ്ശെ ചമ്മന്തിയാണല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ചമ്മന്തി പാകത്തിന് അരച്ചെടുക്കുക. ചമ്മന്തി അരച്ചെടുത്തു. ഇനി നമുക്കിത് വറുത്തിടാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം, 1/2 ടീസ്പൂൺ കടുക്, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അരച്ച് വെച്ചേക്കണ ചമ്മന്തി ഇതിലേക്ക് ഇടാം. ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടാമത് ചമ്മന്തിയുടെ പാകാവും. ആ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടാ. വെള്ളമൊക്കെ വറ്റി അടിപൊളിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം സീസണും കൂടിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.